കാറ്റി പെറിയുടെ വ്യക്തിജീവിതത്തിലെ വെല്ലുവിളികളെക്കുറിച്ചും അവർ നേരിട്ട ചില മോശം ശീലങ്ങളെക്കുറിച്ചും ബാഡ് ഹാബിറ്റ്സ് ദെൻ അഡിക്ഷണൽ. സോ ഉള്ള വിവരങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. വ്യക്തിജീവിതത്തിലെ വെല്ലുവിളികൾ, പേഴ്സണൽ സ്ട്രഗിൾസ്, അഡിക്ഷനുകൾ. 2017 തൻ്റെ വിറ്റ്നസ് എന്ന ആൽബത്തിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായി നടത്തിയ ഒരു തെറാപ്പി സെക്ഷനിൽ തനിക്ക് മദ്യം, പ്രണയം, ശ്രദ്ധ എന്നിവയോട് അഡിക്ഷൻ ഉണ്ടായിരുന്നതായി കാറ്റി പെറി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവ തൻ്റെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നതായും അവർ പറഞ്ഞു. വിഷാദരോഗം, ഡിപ്രഷൻ. തൻ്റെ ആൽബങ്ങൾ പരാജയപ്പെട്ടപ്പോഴും വ്യക്തിജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടായപ്പോഴും താൻ കഠിനമായി വിഷാദത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2017-2018 കാലഘട്ടത്തിൽ അവർ സിറ്റുവേഷണൽ ഡിപ്രഷൻ അനുഭവിച്ചിരുന്നു. ആത്മഹത്യാ ചിന്തകൾ. ഒരു ഘട്ടത്തിൽ താൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്നതായും എന്നാൽ പിന്നീട് തെറാപ്പിയിലൂടെയും ആത്മീയതയിലൂടെയും അതിനെ അതിജീവിച്ചതായും അവർ പറഞ്ഞിട്ടുണ്ട്. പ്രണയബന്ധങ്ങളിലെ തകർച്ചകൾ. റസൽ ബ്രാൻഡുമായുള്ള വിവാഹമോചനവും ജോൺ മേയറുമായുള്ള ബന്ധത്തിലെ തകർച്ചയും അവരുടെ ജീവിതത്തിലെ കഠിനമായ ഘട്ടങ്ങളായിരുന്നു. ലഹരി ഉപയോഗത്തിന് അടിമകളായ വ്യക്തികളുമായി പ്രണയത്തിലാകുന്ന ഒരു പാറ്റേൺ തനിക്കുണ്ടായിരുന്നതായും അവർ നിരീക്ഷിച്ചിട്ടുണ്ടത്രേ. ജീവിതത്തിലെ മാറ്റങ്ങൾ, അതിജീവനം, തെറാപ്പി, മെഡിറ്റേഷൻ, ആത്മീയ ചിന്തകൾ എന്നിവയിലൂടെയാണ് താൻ ഈ മോശം അവസ്ഥകളിൽ നിന്നും പുറത്തു വന്നതെന്ന് അവർ പറയുന്നു. മാതൃത്വം. ഓർലാൻഡോ ബ്ലൂമായുള്ള ബന്ധവും മകൾ ഡെയ്സിയുടെ ജനനവും തൻ്റെ ജീവിതത്തിന് പുതിയൊരു അർത്ഥം നൽകിയതായി കാറ്റി പെറി വിശ്വസിക്കുന്നു.